അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ട, അഹിംസയുടെ അനുരഞ്ജനത്തിൻ്റെ അപ്പോസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം കൂടിയാണ് ജാനുവരി മാസം 30-ാം തീയതി. സ്വന്തം ജീവിതം കൊണ്ട് അക്രമമല്ല അതിജീവനമാണ്, സംഘട്ടനമല്ല സഹജീവനമാണ് അനുരഞ്ജനത്തിൻ്റെ വഴിയെന്ന് ഭാരത ജനതയോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പുണ്യാത്മാവിൻ്റെ രക്തസാക്ഷി ദിനമാണ് ഈ ദിവസം. അതുകൊണ്ട് തന്നെ ഈ ചിന്തയ്ക്ക് ഈ ദിവസത്തിൽ കൂടുതൽ ഹൃദ്യതയുണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർപ്പിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അഹിംസ പരമോ ധർമ്മ എന്ന ഒരു സൂക്തം, ഒരാപ്തവാക്യം ഭാരത ജനതയോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന, ഫക്കീറായിട്ടുള്ള, അർദ്ധനഗ്നനായിട്ടുള്ള, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് അഹിംസയ്ക്ക് വേണ്ടി, അനുരഞ്ജനത്തിനു വേണ്ടി നിലകൊണ്ടതായിട്ടുള്ള മനുഷ്യൻ്റെ ഒരോർമ്മയുടെ ദിവസം കൂടിയാണിത്. ഒരേ വിഷയം തന്നെ ഒരു കൺവെൻഷനിൽ ഒന്നിലധികം പ്രഭാഷണം കേൾക്കുന്ന അവസരത്തിൽ ആവർത്തന വിരസതയ്ക്ക് ഒരു സാധ്യതയുണ്ട്. അഭിമന്യ തീത്തോസ് തിരുമേനി തൻ്റെ ആമുഖ വാക്കുകളിൽ ജോസഫിൻ്റെ സംഭവത്തെ ആവർത്തിച്ച് ഇവിടെ അനുസ്മരിച്ചുവെന്ന് ഓർപ്പിക്കുകയുണ്ടായി. അതേ ജോസഫിനെയും കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ ഈ അവസരത്തിൽ നിൽക്കുന്നത്. പ്രിയരെ, നിങ്ങൾ മനസ്സുപൂട്ടി ഈ ധ്യാനത്തെ കാണരുത്. ആവർത്തനം എന്ന് പറഞ്ഞ് ഇതിനെ അവഗണിക്കരുത്. ദൈവവചനം നമ്മെ നിരന്തരം നവീകരിക്കുന്നതാണ്. ഒരു പ്രസംഗത്തിനും ഒരു പ്രസംഗകനും എല്ലാം പറഞ്ഞ് വേദപുസ്തകത്തിൽ നിന്ന് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മെ വീണ്ടും പുതുക്കുന്ന, നമ്മെ നവീകരിക്കുന്ന ദൈവവചനത്തിൻ്റെ മുൻപിൽ തുറവിയുള്ള ഹൃദയവുമായി, വചനം സ്വീകരിപ്പാനുള്ള വലിയ മനസ്സുമായി ഇരിക്കുന്ന അവസരത്തിൽ ദൈവം തമ്പുരാൻ നമ്മളുടെ ഈ കൂട്ടായ്മയിൽ, ഈ കൂടിവരവിൽ വചനത്തിലൂടെ ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്തതായിട്ടുള്ള സംഗതിയാണ്. തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. ദൈവവചനം നിരന്തരം അത് നമ്മെ ഓർപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്. ബന്ധങ്ങളുടെ ഒരു സമഗ്രതയിലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. പഴയ നിയമം നാം പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഷാലോം എന്നുള്ള വാക്കാണ് അതിനുപയോഗിക്കുന്നത്. എ വെൽ ഇൻ്റഗ്രേറ്റഡ് റിലേഷൻഷിപ്പ്. ദൈവവും മനുഷ്യനും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സമഗ്രമായി ബന്ധിപ്പിക്കുന്ന, കണ്ണി ചേർക്കുന്ന ഒരു ഷാലോമിൻ്റെ അനുഭവത്തിലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ ആ ബന്ധത്തിന് വിള്ളൽ വീഴുന്നോ, എവിടെയൊക്കെ ഈ ബന്ധത്തിൻ്റെ സമഗ്രത നഷ്ടമാകുന്നുവോ, അവിടെയൊക്കെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തക ചരിത്രം നാം പഠിക്കുന്ന അവസരങ്ങളിലെല്ലാം ഈ സമഗ്രമായ ബന്ധത്തിൻ്റെ വീണ്ടെടുപ്പിന് അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമചരിത്രം നാം പഠിക്കുന്ന അവസരത്തിൽ പല സംഭവങ്ങളിലൂടെ ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്നു. ദൈവത്തിൽ നിന്ന് അകലുന്നവരെ, സൃഷ്ടിയുടെ ബന്ധം നഷ്ടപ്പെടുത്തുന്ന അവസരത്തിൽ തിരികെ വരുവാൻ വിളിക്കുന്ന പ്രവാചകന്മാരെ പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീരുന്നില്ല, കാലസമ്പൂർണതയിൽ തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പും സൃഷ്ടിയുടെ സമഗ്രതയും വീണ്ടെടുക്കുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, സഭയെ ദൈവമാക്കിയിരിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ ഒരു സമൂഹമായിട്ടാണ്. ചർച്ച് ഈസ് എ റെക്കൺസൈൽഡ് കമ്മ്യൂണിറ്റി ആൻഡ് എ റെക്കൺസൈലിംഗ് കമ്മ്യൂണിറ്റി. ഈ കാലഘട്ടത്തിൽ അനുരഞ്ജനത്തിൻ്റെ ഒരു തുടർച്ച സാധ്യമാക്കി തീർക്കുവാൻ എവിടെയൊക്കെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നുവോ, ആ ബന്ധത്തെ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് തിരിച്ചു പിടിച്ച് ദൈവോന്മുഖമായി, മനുഷ്യോന്മുഖമായി, പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിർത്തുന്നതിന് ആഗ്രഹിക്കുന്നു. അത് സഭയിലൂടെ സാധ്യമായി തീരണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്തതായിട്ടുള്ള സംഗതിയാണ്. പ്രിയരെ, അനുരഞ്ജനം വർത്തമാനകാലത്തിൽ വളരെ അനിവാര്യമാണ്. ആഗോളതലത്തിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലങ്ങളിൽ മാത്രമല്ല, ദേശീയ പ്രാദേശിക തലങ്ങളിലും ഗാർഹിക പരിസരങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിലും ഇന്ന് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അനുരഞ്ജനം അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് കലാപമായും മനുഷ്യക്കുരുതിയായും യുദ്ധമായിട്ടും ഇന്ന് മാറുന്നുണ്ട്. പല കാരണങ്ങളാൽ വിഭജിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്.
വെറുപ്പിൻ്റെ ലോകത്ത് പകരം വീട്ടുവാൻ തക്കം പാർത്തിരിക്കുന്ന മനുഷ്യർ, വർദ്ധിച്ചു വരുന്ന ധ്രുവീകരണവും തെറ്റിദ്ധാരണകളും തകർന്ന ബന്ധങ്ങൾക്ക് നടുവിൽ നമുക്കൊരു ദൗത്യമുണ്ട്. ഈ തിരിച്ചറിവാണ് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന് അനുരഞ്ജനം എന്ന വിഷയവുമായി ചേർന്ന് 1 വർഷക്കാലം പഠിക്കുവാൻ തീരുമാനിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും ഈ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയിൽ വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് റെക്കൺസിലിയേഷൻ. നമ്മൾ അനുരഞ്ജനത്തിൻ്റെ വക്താക്കളാണ്, സ്ഥാനാപതികളാണ്. അപ്രകാരം അനുരഞ്ജനത്തിൻ്റെ സ്ഥാനാപതിയായ, അനുരഞ്ജനത്തിന് മുൻകൈയെടുത്ത ഒരു പഴയ നിയമ കഥാപാത്രത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജോസഫിനെയാണ് ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്നത്. ഒരു ഗാർഹിക പശ്ചാത്തലത്തിൽ സാഹോദര്യ ബന്ധത്തിൽ സാധ്യമാകുന്ന അനുരഞ്ജനത്തിൻ്റെ ചില ഘടകങ്ങൾ ഒരുമിച്ച് നാം ധ്യാനിക്കുകയാണ്. എങ്ങനെയാണ് ഛിന്ന ഭിന്നമായ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു അനുരഞ്ജനം സാധ്യമായിട്ട് തീരുന്നത്? തന്നെയുമല്ല, അനുരഞ്ജനപ്പെട്ട ഒരു കുടുംബത്തിലൂടെ സമൂഹത്തിൽ സാധ്യമാകുന്ന ചില സാക്ഷ്യത്തിൻ്റെ മേഖലകളിലേക്ക് ഇന്ന് രാത്രികാലം നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആരാണ് ജോസഫ്? പഴയ നിയമത്തിൽ നമുക്ക് വളരെ പരിചിതനായിട്ടുള്ള കഥാപാത്രം. യാക്കോബിൻ്റെ മക്കളിൽ 11ാമത്തെ മകനും റാഹേലിൽ ജനിച്ച ആദ്യജാതനുമാണ്. അവന് 10 അർദ്ധ സഹോദരന്മാരുണ്ടായിരുന്നു, ഹാഫ് ബ്രദേഴ്സ്, ഒരു ഫുൾ ബ്രദർ. അവൻ്റെ പേര് ബെന്യാമീൻ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ലാഹാൻ്റെ മകളായ റേച്ചലിൽ യാക്കോബിന് ഒരു പ്രണയം ഉണ്ടായി. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റാഹേലിനെ നൽകുന്നതിന് പകരം അവന് ലഭിക്കുന്നത് ലേയയാണ്. വീണ്ടും 7 വർഷക്കാലം കാത്തിരിക്കുകയാണ്, ദാസ്യ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. അങ്ങനെ 14 വർഷത്തെ കാത്തിരിപ്പും ദാസ്യ ശുശ്രൂഷയ്ക്കും ശേഷം ഈ യാക്കോബിന് ഈ റാഹേലിനെ ലഭിക്കുന്നുണ്ട്. റാഹേലിൽ ജനിച്ചതായിട്ടുള്ള ജോസഫിനെ വിശേഷിപ്പിക്കുവാൻ അനേക കാര്യങ്ങൾ ഈ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ പ്രണയിനിയുടെ മകനാണ് ജോസഫ്. അവൻ കാത്തിരിപ്പിൻ്റെ സന്തതിയാണ്. കാരണം റാഹേലിൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കുഞ്ഞ് പിറക്കുന്നില്ല. അവൾ മച്ചിയെന്ന് മുദ്രകുത്തി വളരെ വേദന അനുഭവിക്കുന്നതായിട്ടുള്ള സാഹചര്യം. അവൾ യാക്കോബിനോട് പറയുന്നുണ്ട്, കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, ഗിവ് മീ ജനറേഷൻ അതർവൈസ് ഐ വിൽ ഡൈ. എനിക്ക് തലമുറകളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയുന്നതായിട്ടുള്ള സാഹചര്യം. നിലവിളിയുടെ മുൻപിൽ, പ്രാർത്ഥനയുടെ മുൻപിൽ കാത്തിരുന്ന് ലഭിച്ച സന്തതിയാണ് ഈ ജോസഫ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. വാത്സല്യത്തിൻ്റെ ഒരു മാല്യം ഈ ജോസഫിനുണ്ടായിരുന്നു. നമുക്കറിയാം, മറ്റു മക്കളെക്കാൾ ഏറെ യാക്കോബ് സ്നേഹിച്ചതായിട്ടുള്ള വ്യക്തിയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് യാക്കോബ് എല്ലാ മക്കളിലും വെച്ച് യോസഫിനെ അധികം സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ ഒരു നിലയങ്കി ഉണ്ടാക്കി അവന് കൊടുത്തു, എ ലോങ് കോട്ട് ഓഫ് മെനി കളേഴ്സ്. ഇത് സഹോദരങ്ങളുടെ ഇടയിൽ വിദ്വേഷം ഉളവാക്കി. വർണ്ണശബളമായ ഒരു ചരിത്രം ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ജോസഫിനെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അവസാനിക്കുന്നത് ഈ ജോസഫിൻ്റെ മരണത്തോടു കൂടിയാണ്. 50-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 110 വയസ്സുള്ളവനായി ജോസഫ് മരിച്ചു, അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിശ്വസനീയമായ ഉയർച്ചകളുടെയും വിനാശകരമായിട്ടുള്ള വീഴ്ചകളുടെയും ഒരു യാത്രയായിട്ട് ജോസഫിൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുവാനായിട്ട് സാധിക്കും. വാത്സല്യത്തിൻ്റെ ഒരു ബാല്യം മാത്രമല്ല, വിജയാളിയുടെ ഒരു കൗമാരവും ഈ ജോസഫിനുണ്ടായിരുന്നു. സ്വപ്നം കാണുവാനും കണ്ട സ്വപ്നം തൻ്റെയും മറ്റുള്ളവരുടെയും വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് ജോസഫിന് ദൈവം കൊടുത്ത വലിയൊരു താലന്തായിരുന്നു. ഈ കഴിവ് ജോസഫിനെ വ്യത്യസ്തനായി. തന്നെയുമല്ല, അതുകൊണ്ട് തന്നെ സഹോദരന്മാരുടെ കണ്ണിലെ കരടായിട്ട് മാറുകയാണ്. ജന്മദേശം അവന് കലാപഭൂമിയായി. വൈഷമ്യങ്ങളും വൈതരണികളും അവൻ്റെ ജീവിതത്തിലുണ്ടായി.
സഹോദരങ്ങൾ അതുമൂലം കൊട്ടേഷൻ സംഘമായിട്ട് മാറുകയാണ്. വേട്ടയാടുന്ന വീട്ടുകാർ, വലയിലാക്കുന്നതായിട്ടുള്ള മേലാളന്മാർ, വ്യക്തിത്വം ചോർത്തുന്നതായിട്ടുള്ള ജയിലനുഭവം, വിസ്മൃതമായി പോകുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും, അടിമത്വം, അതിഥി തൊഴിലാളിയുടെ അങ്കലാപ്പ്, മൂല്യങ്ങളെ വിട്ടുമാറാനുള്ള പ്രലോഭനം, പീഡനക്കുറ്റം, വംശീയ വിദ്വേഷം. പ്രിയരെ, ഓരോ വാക്കുകളിൽ ഞാനിതങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ വിവരിക്കാനുള്ള സമയമില്ല. വരുതിക്ക് നിൽക്കാത്തവനെ കുരുതി കൊടുക്കുന്ന ഒരു ലോകമാണ് അന്നും ഇന്നും. സഹോദരന്മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കാഞ്ഞതുകൊണ്ട് അവർ അവനെ കുരുതി കൊടുക്കുന്നുണ്ട്. ഇസ്മായേല്യർക്ക് വിറ്റുകളയുന്നു, പൊട്ടക്കിണറ്റിലേക്ക് അവനെ എറിയുന്നുണ്ട്. പോത്തിഫറിൻ്റെ ഭാര്യയുടെ കാമകേളിക്ക് നിൽക്കാതിരുന്നത് കൊണ്ട് ജയിലിൽ അടയ്ക്കുന്നതായിട്ടുള്ള അനുഭവം അവന് നേരിടേണ്ടി വരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടി വേഗം ഓർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകട്ടെ. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കണ്ട മനുഷ്യനാണ് ഈ ജോസഫ്. പൊട്ടക്കിണറിൻ്റെ അനുഭവമുണ്ട്. മിസ്രൈമിൻ രാജ്യത്തിൽ രണ്ടാമനായി, പ്രധാനമന്ത്രിയായി, അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിക്കുന്ന ഒരു ജോസഫ് ഉണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റത്തും അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. 39-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന അവസരത്തിൽ 3 ഇടങ്ങളിൽ ആവർത്തിച്ച് പറയുന്നു. 39-ന്റെ 2-3 വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. പറയുന്നത് ജോസഫ് അല്ല, ജോസഫിനെ അറിഞ്ഞ പോത്തിഫറാണ് പറയുന്നത് ജോസഫിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു. 39-ാം അധ്യായത്തിൻ്റെ തന്നെ 21, 22 വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജോസഫിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു. ഇത് പറയുന്നത് കാരാഗ്രഹ പ്രമാണിയാണ്. ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കുന്നതുണ്ട്. ജോസഫിനോടുകൂടെ ദൈവമുണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്തതെല്ലാം സഫലമായി തീർന്നുവെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീരുന്നില്ല പ്രിയരെ. 39-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വീണ്ടും ഈ കാരാഗ്രഹ പ്രമാണി ആവർത്തിച്ച് പറയുന്നു. അതിനോടൊപ്പം പറയുന്നു, പിന്നൊന്നും ഇവനെ സംബന്ധിച്ച് ഈ കാരാഗ്രഹ പ്രമാണി നോക്കുന്നില്ല. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ 105-ാം സങ്കീർത്തനത്തിൻ്റെ 17, 18, 19 വാക്യങ്ങളിൽ ഈ സംഭവം അനുസ്മരിക്കുന്ന അവസരത്തിൽ ആവർത്തിച്ച് അവിടെയും പറയുന്നുണ്ട്. ദൈവം അയച്ചതായിട്ടുള്ള ജോസഫിനെ കുറിച്ച് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവാശ്രയബോധം, അചഞ്ചലമായ വിശ്വാസം, സ്ഥിരോത്സാഹം, സത്യസന്ധത, ഇതൊക്കെ കൈമുതലായിട്ടുണ്ടായിരുന്ന ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഈ ജോസഫിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം ഭവനത്തിൻ്റെ ഇടുങ്ങിയ ഇടങ്ങളിലും, മിസ്രയീം രാജാവിൻ്റെ വിശാലമായ ലോകത്തും, അടിമത്വത്തിൻ്റെയും അപവാദത്തിൻ്റെയും മധ്യത്തിലും, ഉന്മാദത്തിന് പ്രലോഭിപ്പിക്കപ്പെടുന്ന ഇടുങ്ങിയ ഇടനാഴിയിലും ദൈവമുണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെടാതെ ജീവിച്ച ഒരു മനുഷ്യനെയാണ് ധ്യാനിക്കുന്നത്. വിവരിക്കാനാവാത്ത വിഷമതകൾ അഗ്നിമഴ പോലെ ജീവിതത്തിൽ പെയ്തിറങ്ങി വളരെയേറെ വ്യഥയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള മനുഷ്യൻ. കുഴിയിൽ നിന്നും കാരാഗ്രഹത്തിലേക്കും, കാരാഗ്രഹത്തിൽ നിന്നും കൊട്ടാരത്തിലേക്കും ദൈവമുയർത്തിയ മനുഷ്യൻ. അവനെ ഇപ്രകാരം പറയുവാൻ സാധിക്കും, his life was a journey, his life was a movement from pit to prison, from prison to palace. ഒരു ദുരന്ത പര്യവസായിയായി മാറാമായിരുന്ന ജീവിതത്തെ ജയോല്ലാസമായി പരിവർത്തിപ്പിച്ച ഒരു ദൈവം. കാണാത്ത ദൈവത്തോടൊപ്പം കാലിടറാതെ നടക്കുവാൻ ഈ ജോസഫിന് സാധിക്കുന്നുണ്ട്. മാനം പോയിട്ടും മൂല്യം കാത്തവനാണ് ജോസഫ്. ഇന്ന് മനുഷ്യന്റെ പ്രമാണം കവിണ്ട് വീണാൽ കാൽപ്പണം എന്ന് കരുതുവാൻ ജോസഫിനെ കൊണ്ട് സാധിച്ചില്ല. തൻ്റെ മുറിവിന് ആനുപാതികമായി പകരം നൽകി കണക്ക് തീർക്കുവാൻ ശ്രമിക്കാഞ്ഞ മനുഷ്യനാണ് ഈ ജോസഫ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആമുഖവാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ജോസഫിൻ്റെ കഥ കേവലം വ്യക്തിപരമായ ഒരുവന്റെ വിജയത്തിൻ്റെ കഥയല്ല, അനുരഞ്ജനത്തിൻ്റെ ആഴമേറിയ വിവരണമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ജോസഫ് അനുരഞ്ജനത്തിൻ്റെ ആൾരൂപം. ജോസഫ് അനുരഞ്ജനത്തിൻ്റെ ആൾരൂപമാണ്. 45-ാം അധ്യായത്തിലേക്ക്
ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. തീവ്രമായ വികാര സാന്ദ്രത ഉൾക്കൊള്ളുന്ന ഒരു വിവരണമായിട്ട് ഇതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വന്തം ദേശത്തിൻ്റെ മറുതി മൂലം, ദാരിദ്ര്യം മൂലം പൊറുതിമുട്ടിയതായിട്ടുള്ള 11 സഹോദരന്മാർ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അപ്പൻ്റെ നിർദ്ദേശമനുസരിച്ച് അന്യരാജ്യത്ത് അന്നം തേടി നിൽക്കുന്ന അവസരത്തിൽ എന്നോ ഒരു കാലത്ത് തങ്ങൾ കൊല്ലുവാൻ ശ്രമിച്ച, തങ്ങൾ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ട, ഇസ്മായേല്യർക്ക് വിറ്റുകളഞ്ഞ സ്വന്തം സഹോദരനായ ജോസഫിൻ്റെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്ന വളരെ വികാരസാന്ദ്രമായിട്ടുള്ള ഒരു നിമിഷം. ഒരനുബന്ധ ചിന്ത പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. 4 മുതലുള്ള വാക്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി ഈ അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. ഇതൊരു തുറന്ന പറച്ചിലിൻ്റെ സമയമാണ്. ഇതൊരു ഏറ്റുപറച്ചിലിൻ്റെ സമയമാണ്. അനുരഞ്ജനത്തിലേക്ക് സഹോദരന്മാർ പ്രവേശിക്കുന്ന സമയമാണ്. ജോസഫ് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹോദരന്മാർ തമ്മിലുള്ള ഈ ഏറ്റുപറച്ചിലിൻ്റെയും തുറന്നു പറച്ചിലിൻ്റെയും മധ്യത്തിൽ ഇപ്രകാരമാണ് അവിടെ പറയുന്നത്: അവൻ മറ്റെല്ലാവരെയും പുറത്താക്കി. ഒരു കൊട്ടാരത്തിലാണ് ഈ സംഗതി നടക്കുന്നത്. രാജാവിൻ്റെ അരമനയിലാണ് ഈ സംഗതി നടക്കുന്നത്. അരമനയിൽ അന്തേവാസികളുണ്ടാകാം, കൊട്ടാരത്തിൽ ജീവനക്കാരുണ്ടാകാം, സന്ദർശകരുണ്ടാകാം. സാഹോദര്യത്തിൻ്റെ ഏറ്റുപറച്ചിലും അനുരഞ്ജനവും നടക്കുന്ന അവസരത്തിൽ ജോസഫ് ആദ്യം ചെയ്യുന്നത് മറ്റെല്ലാവരെയും ഈ സ്വകാര്യ ഇടത്തു നിന്ന് പുറത്താക്കുകയാണ്. പ്രിയരെ, ചില ഏറ്റുപറച്ചിലുകളും ചില അനുരഞ്ജനങ്ങളും സ്വകാര്യതയിൽ സൂക്ഷിക്കേണ്ടത് സ്വകാര്യതയിൽ സൂക്ഷിക്കണം. സാഹോദര്യത്തിൽ നിർത്തേണ്ടത് സാഹോദര്യത്തിൽ നിർത്തണം. ദാമ്പത്യത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ടത് ദാമ്പത്യത്തിൽ മാത്രം കൈകാര്യം ചെയ്യുവാൻ സാധിക്കണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇടപെടലിൽ സൂക്ഷിക്കേണ്ട സ്വകാര്യത, വികാരിയും ജനങ്ങളും തമ്മിൽ സൂക്ഷിക്കേണ്ട സ്വകാര്യത, സൂക്ഷിക്കേണ്ട ഇടങ്ങളിൽ തന്നെ നിൽക്കുവാനായിട്ട് സാധിക്കണം. പള്ളിയിൽ തീർക്കേണ്ടത് പ്രിയരെ പള്ളിയിൽ തീർക്കണം. സഭയ്ക്കുള്ളിൽ തീർക്കുന്നത് കോടതിയിലേക്കല്ല കടത്തേണ്ടത്. സ്വകാര്യതയിൽ പറയേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കരുത്. സ്വകാര്യമായി കൈകാര്യം ചെയ്യേണ്ടത് പരസ്യ വിചാരണ കേൾപ്പിക്കരുത്. അനുബന്ധ ചിന്ത ഞാൻ അവിടെ നിർത്തുകയാണ്. തന്നെ വെളിപ്പെടുത്തി അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ജോസഫ് 4 കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. 1, ഈ ജോസഫ് സഹോദരന്മാരോട് പറയുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോസഫ് സഹോദരന്മാരോട് പറയുന്നു, ഇങ്ങോട്ട് അടുത്തു വരുവീൻ, കം ക്ലോസർ ടു മീ. അനുരഞ്ജനത്തിൽ ആദ്യം സാധ്യമാകേണ്ടത് കുറച്ചുകൂടി അടുക്കുവാൻ സാധിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ഡിസ്റ്റൻസ്. പ്രിയരെ, അകലം അവസാനിപ്പിക്കുന്നിടത്താണ് അനുരഞ്ജനം ആരംഭിക്കേണ്ടത്. കുറച്ചുകൂടി അവരെ അടുത്ത് നിർത്തിയതിന് ശേഷമാണ് ഈ റെവലേഷൻ, വെളിപ്പെടുത്തൽ നടക്കുന്നത്. അതിനുശേഷമാണ് ഈ സഹോദരൻ പറയുന്നത്, ഐ ആം യുവർ ബ്രദർ. പ്രിയരെ, എവിടെയാണ് അനുരഞ്ജനം ആരംഭിക്കേണ്ടത്? അകലം അവസാനിപ്പിക്കുന്നിടത്ത് അനുരഞ്ജനം ആരംഭിക്കണം. റെഡ്യൂസ് ദ ഡിസ്റ്റൻസ്. ഇന്ന് വല്ലാതെ അകലം സൂക്ഷിക്കുകയാണ്, അകലം വർദ്ധിക്കുകയാണ്. അതിനെ മറ്റൊരു ഭാഷയിൽ ഇങ്ങനെ പറയുവാൻ സാധിക്കും: ഡിസ്മാന്റിൽ ദ ബാരിയേഴ്സ് ഓഫ് ഫിയർ, ഗിൽറ്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സെപ്പറേഷൻ. അടുത്തു വരുവാൻ ആവശ്യപ്പെടുന്നതായിട്ടുള്ള ജോസഫ് പറയുന്നത് ഭയത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും സംശയത്തിൻ്റെയും അകലങ്ങൾ സൃഷ്ടിക്കുന്ന അതിരുകളെ അതിജീവിപ്പാനായിട്ട് സാധിക്കുന്നിടത്താണ് അനുരഞ്ജനം ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്. റെഡ്യൂസ് ദ ബർഡൻസ് ഓഫ് ദ പാസ്റ്റ്. ഗതകാല അനുഭവങ്ങളുടെ വ്യഥകളെ മനസ്സിൽ നിന്നിറക്കാതെ ഒരനുരഞ്ജനവും സാധിക്കുകയില്ല. ഇന്ന് വല്ലാതെ ദൂരം കൂടുന്ന ഒരു കാലമാണ്. പൊസിഷൻ ദാറ്റ് മാറ്റേഴ്സ്. ആദ്യ രാത്രി യോഗത്തിൽ ബഹുമാനപ്പെട്ട A.T. സക്രയാച്ചിൻ്റെ പ്രസംഗം ഞാൻ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവസാദൃശ്യത്തെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടവനാണ് മനുഷ്യൻ.
അച്ഛനത് പറഞ്ഞ അവസരത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വേർ ഈസ് യുവർ പൊസിഷൻ? കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിക്കണമെങ്കിൽ കണ്ണാടി കൃത്യമായ പൊസിഷനിൽ പിടിച്ചെങ്കിൽ മാത്രമേ റിഫ്ലക്ഷൻ സാധിക്കുകയുള്ളൂ. റെക്കൺസിലിയേഷനിൽ ഇത് വളരെ ആവശ്യമാണ്. പ്രിയ ദൈവജനമേ, വേർ ഈസ് യുവർ പൊസിഷൻ? പന്തലിൻ കീഴിൽ പ്രസംഗം കേട്ടിറങ്ങുന്ന അവസരത്തിൽ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ ദൂരം കുറയണമെന്നുണ്ടെങ്കിൽ, അപ്രകാരം ദൂരം കുറയുന്ന അവസരത്തിൽ മാത്രമേ ഇന്ന് നമുക്ക് അനുരഞ്ജനത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കൂ. ഇന്ന് അയൽക്കാർ തമ്മിൽ അകലം വർദ്ധിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള അകലം മാത്രമല്ല, വൈകാരികമായ, മാനസികമായ, ആത്മീയമായിട്ടുള്ള അകലങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നുണ്ട്. ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നവർ തമ്മിൽ മാനസികമായിട്ടുള്ള അകലം ഇന്ന് വർദ്ധിക്കുന്നു. ഒരേ കിടക്ക പങ്കിടുന്ന ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ മനസ്സിന്ന് കാതങ്ങൾ അകലെയാണ്. റെഡ്യൂസ് ദ ഡിസ്റ്റൻസ്. അനുരഞ്ജനം പ്രസംഗത്തിൽ മാത്രം പോരാ, ദൂരം കുറയ്ക്കുന്നതിൽ സാധ്യമാക്കി തീർക്കുവാനായിട്ടിടയായി തീരണം. ഇന്ന് അസൂയ കൊണ്ട് അകലം കൂടുന്നു, സംശയം കൊണ്ട് അകലം കൂടുന്നു. സഹോദരങ്ങളിൽ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഇന്ന് വല്ലാതെ അകലം വർദ്ധിക്കുന്ന കാലമാണ്. അധികാര കേന്ദ്രങ്ങൾ അണികളെ അകറ്റി നിർത്തുമ്പോൾ വല്ലാതെ അകലം വർദ്ധിക്കുന്ന കാലമാണ്. ഇപ്രകാരം പറയാറുണ്ട്, പ്രോക്സിമിറ്റി അലൗസ് കണക്ഷൻസ്. പ്രോക്സിമിറ്റി അലൗസ് കണക്ഷൻ. കണ്ടുമുട്ടലുകളാണ് മനസ്സിലാക്കലുകൾക്ക് വഴിയൊരുക്കുന്നതായിട്ടുള്ള സംഗതി. ഇവിടെ ജോസഫാണ് അധികാരമുള്ളവൻ. ഭിക്ഷയ്ക്ക് വേണ്ടി, അന്നത്തിന് വേണ്ടി ഇരന്നു നിൽക്കുന്ന സഹോദരന്മാരുടെ മുൻപിൽ അധികാരമുള്ള ജോസഫാണ് പറയുന്നത്, കം ക്ലോസർ ടു മീ. പ്രിയരെ, ഇന്ന് പലപ്പോഴും വെറുപ്പ് മൂലം, പക മൂലം വല്ലാതെ ദൂരം വർദ്ധിക്കുകയാണ്. അയൽവാസിയുടെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ജയിലിൽ പോയി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര, പേര് വളരെ ബെസ്റ്റ് പേരാണ്, ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ നിറയുകയാണ്. ജാമ്യത്തിൽ ഇറങ്ങിയവൻ അയൽക്കാരനെയും കൊന്നു, അയൽക്കാരൻ്റെ അമ്മയെയും കൊന്നു. 2 കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെട്ട സംഭവത്തിൻ്റെ വ്യഥയിലാണ് കേരളക്കരയും ഈ വാർത്തയറിഞ്ഞ എല്ലായിടങ്ങളും. കാരണം അന്വേഷിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഭാര്യയും കുഞ്ഞുങ്ങളും ചെന്താമരയെ ഉപേക്ഷിച്ചു പോകുവാൻ കാരണക്കാരെന്ന് സംശയിക്കുന്ന അയൽപക്കവും അയൽപക്കത്തെ ആളുകളും അവരോടുള്ള കടുത്ത പകയാണ് മനസ്സിൽ വെച്ച് താലോലിച്ച് ഈ വലിയ കൊടും ക്രൂരകൃത്യത്തിന് കാരണമായിട്ട് മാറുന്നത്. കോപവും ക്രോധവും മോഹവും മനുഷ്യനെ ഇന്ന് അന്ധനാക്കുകയാണ്. ഇന്ന് സൗഹൃദങ്ങൾ വല്ലാതെ പകയായിട്ട് മാറുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം. ഇവിടെ ജോസഫ് പറയുന്നു, റെഡ്യൂസ് ദ ഡിസ്റ്റൻസ്. ഇന്ന് രാത്രികാലം ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്, പരിഭവങ്ങളില്ലാതെ, പകയില്ലാതെ, വെറുപ്പില്ലാതെ ജീവിപ്പാൻ സാധിക്കുന്നിടത്ത് മാത്രമേ അനുരഞ്ജനം പ്രസംഗത്തിന് അപ്പുറം പ്രവൃത്തിയിലേക്ക് പരിവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. ഓസ്ട്രേലിയൻ മിഷണറി കുടുംബം ഒറീസയിലെ മനോഹർപൂർ എന്ന് പറയുന്ന ജില്ലയിൽ കുഷ്ഠരോഗികൾക്കിടയിൽ വളരെ അനുഗ്രഹീതമായിട്ടുള്ള പ്രവർത്തനം നിർവഹിച്ചു കൊണ്ടിരുന്ന ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമത്തിൽ ജീവൻ പൊലിയേണ്ടി വന്നതായിട്ടുള്ള സാഹചര്യം. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും 2 മക്കൾ ഫിലിപ്പിൻ്റെയും തീമോത്തിയുടെയും മൃതദേഹങ്ങൾ വെന്ത് എരിഞ്ഞതായിട്ടുള്ള അവശിഷ്ടങ്ങൾ അവസാന ശുശ്രൂഷയ്ക്ക് വേണ്ടി വെച്ചിരുന്ന അവസരത്തിൽ ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് അവർ പറഞ്ഞതായിട്ടുള്ള മെമ്മോറിയൽ സർവീസിലെ ഒരു വാചകം ഇപ്രകാരമാണ്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കയ്പ് വർദ്ധിക്കാവുന്ന സാഹചര്യത്തിൽ ആ വനിത പറയുകയാണ്, എനിക്കാരോടും പരിഭവമില്ല. ഇന്ന് പരിഭവങ്ങളുടെ ഒരു ലോകത്താണ് പ്രിയരെ നാം ജീവിക്കുന്നത്. ഈ പരിഭവങ്ങളാണ് പിന്നീട് പകയായിട്ട് മാറുന്നത്. ജോസഫ് പറയുന്നത്, ബ്രേക്ക് ദ സൈക്കിൾ ഓഫ് ഹേറ്റ്. നിന്റെ ജീവിതത്തിലുള്ള പ്രതികാരത്തിൻ്റെ പകയുടെ ശൃംഖലയെ തകർക്കുവാനായിട്ട് സാധിക്കണം. റിലീസ് ദ ഗ്രിപ്പ് ഓഫ് ബിറ്റർനെസ്. കയ്പിൻ്റെ പിടിയിൽ നിന്ന് ജീവിതത്തെ വിമോചിപ്പിക്കുന്ന അവസരത്തിൽ അപ്പോൾ മാത്രമേ അകലം അകറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് വെറുപ്പിക്കലിൻ്റെ ഭാഷയും ലോകവുമാണ്. വെറുപ്പിക്കലല്ല അനുരഞ്ജനം, അടുപ്പിക്കലിലാണ് അനുരഞ്ജനം സാധ്യമാകുന്നത്. ദൈവം ക്രിസ്തുവിൽ
നമ്മെ നിരപ്പിക്കുന്നത് അകലത്തെ ഇല്ലാതെയാക്കിയാണ്. എന്താണ് ജഡധാരണം? ഇൻകാർണേഷൻ. സർവാതിശായിയായിരുന്ന ട്രാൻസെൻഡന്റ് ആയിരുന്ന ദൈവം അകലം കുറച്ച് മനുഷ്യനിലേക്ക് വന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഒരു രീതിയിൽ പറഞ്ഞാൽ സീറോ ഡിസ്റ്റൻസിലാണ് ജഡധാരണം യാഥാർത്ഥ്യമായി തീരുന്നത്. ഇറ്റ് ഈസ് ഇൻ സീറോ ഡിസ്റ്റൻസ്. അകലം കുറയ്ക്കുന്നതിലാണ് ദൈവം മാനവജാതിയുടെ വീണ്ടെടുപ്പിനെ സാധ്യമാക്കി തീർക്കുന്നത്. മൈൻഡ് ദ ഗ്യാപ്പ്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന അവസരത്തിൽ വാതിലിൻ്റെ മുകളിൽ ലൈറ്റിൽ ചിലപ്പോൾ തെളിഞ്ഞു വരും മൈൻഡ് ദ ഗ്യാപ്പ്. പ്ലാറ്റ്ഫോമിനും വാതിൽപ്പടിക്കും ഇടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പുണ്ട്. വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ് മൈൻഡ് ദ ഗ്യാപ്പ്. യേശുക്രിസ്തുവിലൂടെ ദൈവം ഈ ഗ്യാപ്പിനെ ഇല്ലാതാക്കിയാണ്. നോട്ട് ഓൺലി മൈൻഡിങ് ദ ഗ്യാപ്പ് ബട്ട് മെൻഡിങ് ദ ഗ്യാപ്പ്. ചില തിരുത്തലുകൾ, ചില നികത്തലുകൾ അത് സാധ്യമാകുന്ന അവസരത്തിൽ മാത്രമേ ഈ ട്രാൻസ്ഫർമേഷൻ സാധ്യമായി തീരുകയുള്ളൂ. അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ടാണ് ഈ ജോസഫ് പറയുന്നത്, നിങ്ങൾ മിസ്രൈമിൽ വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരനായ ജോസഫ് ആകുന്നു ഞാൻ. അകലം കുറഞ്ഞ അവസരത്തിൽ ജോസഫ് പറയുന്നു, ഐ ആം യുവർ ബ്രദർ. ആഴത്തിൽ അറിയുന്നതാണ് അനുരഞ്ജനം. അകലം കുറയ്ക്കുന്നതും ആഴത്തിൽ അറിയുന്നതുമാണ് അനുരഞ്ജനം. വളരെ ശക്തമായ ഭാഷയിൽ ജോസഫ് പറയുന്നു, ഐ ആം യുവർ ബ്രദർ. ഒത്തിരി കാര്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുവാൻ അനുഭവങ്ങളുള്ളവനാണ് ജോസഫ്. മുറിപ്പാടുകളുടെ ഒത്തിരി സ്മരണകൾ ഈ സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഉള്ളവനാണ് ജോസഫ്. മുറിപ്പാടുകളുടെ വിവരണമല്ല, വ്രണതാ അനുഭവങ്ങൾ കൊണ്ടല്ല ബന്ധത്തെ കൊറിയിടുന്നത്. ജോസഫ് പറയുന്നത് ശക്തമായ ഭാഷയിൽ, ചേട്ടന്മാരെ, ഞാൻ നിങ്ങളുടെ സഹോദരനായ ജോസഫ് ആകുന്നു. സഹോദരൻ എന്ന് ആത്യന്തികമായി പറയുവാൻ സാധിക്കണം. ഇനി നമ്മൾ ശത്രുക്കളല്ല, ഇനി നമ്മൾ ചതിയന്മാരല്ല, ഇനി നമ്മൾ വേട്ടക്കാരും ഇരയുമല്ല, ഇനി നമ്മൾ പീഡകരും പീഡിതനുമല്ല. റീഡിഫൈനിങ് ദ റിലേഷൻഷിപ്പ്. മെത്രാപ്പോലീത്ത തിരുമേനി അതെടുത്ത് പറയുകയുണ്ടായി. ഒരു ന്യൂ ഡയമെൻഷനിൽ റിലേഷനെ ഡിഫൈൻ ചെയ്യുകയാണ്. വ്രണിതാനുഭവങ്ങൾക്കപ്പുറം സാഹോദര്യത്തെ അനുസ്മരിക്കുന്നു. പ്രിയരെ, എത്രയൊക്കെ വെറുപ്പും വിദ്വേഷവും ഉണ്ടായാലും സാഹോദര്യം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ബന്ധമാണ്. ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ്, ആൻ എൻഡ്യൂറിംഗ് റിലേഷൻഷിപ്പ്. നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ബന്ധം, അതിനെ തിരികെ പിടിക്കുവാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത് നിൽക്കുന്നവനെ, അപരനെ സഹോദരനായിട്ട് കാണുവാൻ സാധിക്കണം. ഫിലേമോന്റെ അടുക്കലേക്ക് ഒനേസിമോസിനെ അയക്കുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്നത്, ഇനി നീ അടിമയല്ല. തിരുമേനി കുറിവാക്യമായിട്ട് അത് വായിക്കുകയുണ്ടായി. ഇനി സഹോദരൻ, ഒന്നുകൂടെ ക്വാളിഫൈ ചെയ്യുന്നു, പ്രിയ സഹോദരൻ. ആ ഒരു രീതിയിലാണ് അവനെ തിരിച്ചയക്കുന്നത്. ഒരു പാഠശാലയിൽ പരിചിതമായ സംഭവമാണല്ലോ. ഗുരു ശിഷ്യരോട് ചോദിക്കുന്നു, എപ്പോഴാണ് ഒരു ദിവസത്തിൻ്റെ അന്ധകാരം മാറി പ്രകാശം വിരിയുന്നത്? 5 മണി, 6 മണി, 7 മണി, മണിക്കണക്കല്ല. ദർശനതലത്തിൽ ശിഷ്യന്മാർ മറുപടി പറയാൻ തുടങ്ങി. ഒരാളിനെ കണ്ടാൽ സഹോദരനാണെന്ന് തിരിച്ചറിയുന്നതായിട്ടുള്ള സമയം. മരമാണോ മനുഷ്യനാണോ എന്നല്ല, മരത്തെ കണ്ടാൽ മാവാണോ പ്ലാവാണോ എന്നല്ല. ദർശനതലത്തിൽ ഗുരു പറയുന്നു, മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ സഹോദരനാണെന്നും പെണ്ണ് നിന്റെ പെങ്ങളാണെന്നും തിരിച്ചറിയുവാൻ സാധിക്കുന്ന സമയമാണ് നിന്റെ ജീവിതത്തിൻ്റെ അന്ധകാരം മാറി രാത്രി അവസാനിച്ച് പകൽ വരുന്ന നേരം. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം സൂര്യൻ തലയ്ക്ക് മീതെ കത്തി നിന്നാലും നിന്റെ ജീവിതം അന്ധകാരത്തിലാണെന്ന് ഓർപ്പിക്കുന്നതായിട്ടുള്ള ഗുരു. പ്രിയരെ, അന്യരായി ആരുമില്ല, അനുജന്മാരും അനുജത്തിമാരുമേ ഉള്ളൂ. വീരാൻകുട്ടി മാഷിൻ്റെ കവിതയിൽ പറയുന്ന കാര്യമാണ്. ഇനി നമുക്കെങ്ങനെ കൊല്ലാനാകും? നീ ശ്വസിച്ച വായു ഞാനും ശ്വസിച്ചു, ഞാൻ ശ്വസിച്ച വായു നീയും ശ്വസിച്ചു.
ഇനി നമുക്കെങ്ങനെ കൊല്ലാനാകും? അന്യരായി ആരുമില്ല, അനുജന്മാരും അനുജത്തിമാരുമേയുള്ളൂ. ഒരിക്കലൊരു കത്തിൻ്റെ തലക്കെട്ട് പ്രകാരമുണ്ട്, മോഷ്ടാവല്ല സാറേ, അനുജനാണ്. പാലക്കാട് ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ കൂത്തുപറമ്പൻ ഉമ്മർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനൊരു ഫാമിലി സ്റ്റോർ നടത്തിയാണ് ഉപജീവനം കഴിഞ്ഞു വന്നത്. ഒരു ദിവസം രാത്രിയിൽ ആരോ ഓടിളക്കി ആ കടയിൽ കടന്ന് ചില സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു. കുറേ ഈന്തപ്പഴവും തേനും ചോക്ലേറ്റും ജ്യൂസും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. രാവിലെ കട തുറന്ന അവസരത്തിൽ മോഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിനുശേഷം പോലീസിൽ പരാതി നൽകി. അന്വേഷണമൊക്കെ നടന്നെങ്കിലും പ്രതിയെ കണ്ടുകിട്ടിയില്ല. നാളുകൾക്ക് ശേഷം ഉമ്മർ അത് മറന്നു. ഒരു ദിവസം രാവിലെ കട തുറക്കുവാൻ ഉമ്മർ വന്നതായിട്ടുള്ള അവസരത്തിൽ കടയുടെ മുന്നിൽ ഒരു പൊതിയിരിപ്പുണ്ട്. ഇതഴിച്ചു നോക്കിയ അവസരത്തിൽ 5000 രൂപ ഈ പൊതിയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. അതിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന കത്തിൻ്റെ തലക്കെട്ടാണ്, മോഷ്ടാവല്ല അനുജനാണ്, മാപ്പാക്കി തരണം. കത്തിൻ്റെ വിവരണം ഇങ്ങനെയാണ്: കാക്ക, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി കുറേ നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ കടയിൽ കയറി. അപ്പോഴത്തെ ബുദ്ധിമോശത്തിന് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും മോഷ്ടിച്ചു. സംഭവിച്ചു പോയി. നേരിൽ വന്ന് പറഞ്ഞ് നിരപ്പാകണമെന്നുണ്ട്, എന്നാൽ പേടിയുണ്ട്, അതുകൊണ്ട് ഈ രീതി സ്വീകരിക്കുന്നു. അവസാനം എഴുതി, ദയവ് ചെയ്ത് മാപ്പാക്കി തരണം, പടവെച്ചവൻ്റെ മുമ്പിലേക്ക് ഇത് വെക്കരുത്. അവസാനം എഴുതിയതായിട്ടുള്ള വാക്കുകളാണ്, പ്രായത്തിൽ നിങ്ങളുടെ ഒരു അനുജൻ, മാപ്പ്. പ്രിയരെ, ജീവിതത്തിൽ പൊറുക്കണമെങ്കിൽ അകലം കുറയ്ക്കണം, ആഴത്തിൽ അറിയണം. സാഹോദര്യത്തെ തിരിച്ചു പിടിപ്പാൻ സാധിക്കുന്നിടത്താണ് അനുരഞ്ജനം ശക്തമാകുന്നത്. 2, ദൈവിക പദ്ധതിയെ ജോസഫ് തിരിച്ചറിയുന്നു. അകലം കുറച്ചുവെന്ന് മാത്രമല്ല, ദൈവിക പദ്ധതിയെ തിരിച്ചറിയുന്നു. 45-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വ്യസനിക്കേണ്ട, നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. നിങ്ങൾക്ക് മുൻപായി ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ജീവിതാനുഭവങ്ങളിൽ ദൈവിക പ്രവർത്തനങ്ങളെ തിരിച്ചറിയണം. ദൈവ നടത്തിപ്പിൻ്റെ മാർഗത്തെ ഒരു ദൈവ പൈതൽ തിരിച്ചറിയുവാൻ സാധിക്കണം. ജോസഫ് അണ്ടർസ്റ്റുഡ് ഹിസ് ലൈഫ് ആസ് എ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് തൻ്റെ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ജോസഫിന് സാധിച്ചു. നേരത്തെ ഓർപ്പിച്ചുവല്ലോ, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും ദൈവം മാറി നിൽക്കുന്ന അനുഭവങ്ങളല്ല. ഏതനുഭവത്തിലും ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിയുവാൻ അവനെ കൊണ്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഹി ഫാഷൻഡ് ഹിസ് ലൈഫ് ആസ് എ റെസ്പോൺസ് ടു ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജീവിതാനുഭവങ്ങളെ ദൈവത്തോടുള്ള ഒരു പ്രതികരണമായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ഞാൻ പറയും, അനുരഞ്ജനം ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവനകലയാണ്. ലുക്കിംഗ് അറ്റ് ദ പാസ്റ്റ് ത്രൂ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ ദ പ്രസന്റ്. കഴിഞ്ഞകാല അനുഭവങ്ങളിലുള്ള ജീവിതത്തിൻ്റെ വ്യഥകളെ ഇന്നനുഭവിക്കുന്ന കൃപയിലൂടെ കാണുവാൻ സാധിക്കുമ്പോൾ അനുരഞ്ജനം സാധ്യമായിട്ട് തീരും. പഴയത് മാത്രം നോക്കിയാൽ, സഹോദരന്മാരെ മാത്രം നോക്കിയാൽ വേണ്ട രീതിയിൽ ക്ഷമിപ്പാൻ ഈ ജോസഫിന് സാധിക്കത്തില്ല. കാരണം അവർ തിന്മ ചെയ്തവരാണ്, വെട്ടിവീഴ്ത്തിയവരാണ്, തള്ളിയിട്ടവരാണ്, ദോഷം ചിന്തിച്ചവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരമാധികാര പദ്ധതിയിൽ നമ്മളുടെ ജീവിതത്തെ കാണുന്ന അവസരത്തിൽ തിന്മയെപ്പോലും നന്മയായി പരിവർത്തിപ്പിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയും, അലൈൻ യുവർ പെയിൻ വിത്ത് ഡിവൈൻ പ്ലാൻ. അലൈൻ യുവർ പെയിൻ വിത്ത് ഡിവൈൻ പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് ജീവിതത്തിൻ്റെ വേദനകളെ കാണുവാനായിട്ട് സാധിക്കണം. അവിടെ പറയുന്നുണ്ട്, ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചു എന്നാണ് പറയുന്നത്. അയക്കുക എന്ന് പറയുന്നത് മിഷൻ സംബന്ധിയായ ദൗത്യ സംബന്ധമായിട്ടുള്ള ഒരു വാക്കാണ്. ദൈവം അയച്ചതാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും. There is always a mission. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. God has a higher purpose. അതിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം.
ഗതകാല ജീവിതത്തിൻ്റെ പരാതിയിൽ നിന്നും വർത്തമാനകാല ജീവിതത്തിൻ്റെയും ഭാവി സാധ്യതയിലേക്കും നോക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. ദ ഓവർ ആർച്ചിങ് പർപ്പസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരമാധികാരമായിട്ടുള്ള പദ്ധതിയിൽ ജീവിതത്തെ കാണുവാനായിട്ട് ഇടയായിട്ട് തീരണം. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നു. സഹോദരന്മാർ തനിക്ക് വേദനയായി ചെയ്തതുപോലും എൻ്റെ ദൈവം നന്മയാക്കി എന്ന് പറയത്തക്ക രീതിയിൽ ജീവിതത്തെ ദൈവിക പദ്ധതിയിൽ കാണുവാൻ ഈ ജോസഫിന് സാധിക്കുമ്പോഴാണ് അനുരഞ്ജനം സാധ്യമായിട്ട് തീരുന്നത്. 3, ഈ വേദഭാഗം പറയുന്നു, അപരൻ്റെ ക്ഷേമം ഉറപ്പാക്കുന്നിടത്താണ് അനുരഞ്ജനം. അപരൻ്റെ ക്ഷേമം, വെൽബീയിങ്, അതിനെ ഉറപ്പാക്കുന്നിടത്താണ് അനുരഞ്ജനം സാധ്യമാകുന്നത്. 9-ാം വാക്യവും 11-ാം വാക്യവും അവിടെ അനുരഞ്ജനപ്പെടുന്നതായിട്ടുള്ള ജോസഫ് നൽകുന്ന നിർദ്ദേശമാണ്. സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ ബന്ധപ്പെട്ട് അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയണം. അടുത്ത വാക്ക് വളരെ ശ്രദ്ധേയമാണ്, നീ താമസിക്കാതെ എൻ്റെ അടുക്കലേക്ക് വരണം. There is an urgency in reconciliation. പൊരുത്തപ്പെടുന്നതിന്, നിരപ്പാകുന്നതിന് ഒരടിയന്തര ബോധം ഈ ജോസഫിനുണ്ടായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അടിയന്തര ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ്. നമ്മൾ പറയും, നോക്കട്ടെ, 6 മാസം കൂടി കഴിയട്ടെ, കുറച്ചുകൂടെ അവനൊന്ന് മര്യാദ പഠിക്കട്ടെ. ഇതെല്ലാം ബാർഗെയിനിങ് ആണ്. കർത്താവ് തന്നെ പറഞ്ഞു, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഏർജൻസി ഫോർ റെക്കൺസിലിയേഷൻ, ഒരടിയന്തര ബോധം നമ്മെ ഭരിപ്പാനായിട്ടിടയായിട്ട് തീരണം. 11-ാം വാക്യത്തിലാണ് പറയുന്നത്, നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമമിനിയും 5 വർഷം കൂടിയുണ്ട്. ഈ ക്ഷാമകാലത്ത് നിന്നെ ക്ഷേമമായി പോറ്റാമെന്നുള്ള ഉറപ്പാണ് ഈ ജോസഫ് സഹോദരന്മാർക്ക് നൽകുന്നത്. ചേട്ടാ എന്ന് വിളിച്ചാലും ചേർന്ന് നിന്നാലും അനുരഞ്ജനം പൂർണ്ണമാകുകയില്ല. അനുരഞ്ജനം പ്രവൃത്തിയിലേക്ക് കടക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഫ്രം ഹോസ്റ്റിലിറ്റി ടു ഹോസ്പിറ്റാലിറ്റി, ശത്രുത്വത്തിൽ നിന്ന് ആതിഥേയത്തിലേക്ക് അവരെ വഴി നടത്തുകയാണ്. വെട്ടിമാറ്റിയവർക്കുള്ള വഴിയൊരുക്കലാണ് ഈ അനുരഞ്ജനം എന്ന് പറയുന്നത്. കണക്ക് നോക്കി പകരം നൽകുവാൻ എല്ലാ സാധ്യതകളും ഉള്ളപ്പോൾ കലവറ കൂടാതെ വിരുന്നൊരുക്കുന്ന, വിട്ടു നൽകുന്നതായിട്ടുള്ള ജോസഫ്, ഹീ ഈസ് ടേക്കിംഗ് ദ ഇനിഷ്യേറ്റീവ്. ഒരു തുടക്കം അനുരഞ്ജനത്തിനുള്ളത് ഈ ജോസഫിലൂടെ സാധിക്കുകയാണ്. അങ്ങനെയാണ് ദൈവം നമ്മോട് പൊറുത്തത്. പൗലോസാണ് ഓർപ്പിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗോഡ് ഈസ് ദ ഇനിഷ്യേറ്റർ ഓഫ് റെക്കൺസിലിയേഷൻ. നമ്മൾ ചിലപ്പോൾ പറയും, വലിയ നന്മയായിട്ട്, ഏറ്റവും വലിയ ഒരു ഉപകാരമായിട്ട് പറയും, ഞാൻ ഒന്നിനും ഇനി പോകുന്നില്ല, ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല. പ്രിയരെ, അത് സ്വയം നീതീകരണമാണ്. യു ഹാവ് ടു ഇനിഷ്യേറ്റ് ദ റെക്കൺസിലിയേഷൻ. നിനക്ക് സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നീയാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. പ്രവൃത്തിയിലേക്ക് കടക്കുന്നതാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്. അപരൻ്റെ ക്ഷേമം, പരക്ഷേമം ഉറപ്പാക്കുവാനായിട്ട് സാധിക്കണം. സിസ്റ്റർ റാണി മറിയായെക്കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കൊച്ചിക്കടുത്ത് പുല്ലുവഴി എന്ന സ്ഥലത്തെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി കന്യാസ്ത്രീയാകണമെന്ന് ആഗ്രഹിച്ചു. ഉത്തർപ്രദേശിലേക്ക് വണ്ടി കയറുകയാണ്. ആദ്യം ബിജ്നോർ എന്ന സ്ഥലത്തും പിന്നീട് മധ്യപ്രദേശിലെ ഇൻഡോറും അതിനുശേഷം ഉദയനഗറിലും ശുശ്രൂഷ നിർവഹിച്ചു. ആദിവാസികൾക്കിടയിലാണ് അവൾ ഏറെയും പ്രവർത്തിച്ചത്. കാട് കയറിയും കഠിനാധ്വാനം ചെയ്തും കൃഷി ചെയ്തും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആദിവാസികൾ നിരന്തരം ചൂഷണത്തിന് വിധേയരായി. കൊള്ളപ്പലിശയ്ക്ക് പണം വാങ്ങി കടം തീർക്കുവാൻ സാധിക്കാതെ ഞെരിനമരുന്നതായിട്ടുള്ള ജീവിത സാഹചര്യം. റാണി മറിയ അവരെ ബോധവൽക്കരിച്ചു.
ബാങ്ക് ലോണിനെ കുറിച്ചും ഗവൺമെൻറ് സബ്സിഡിയെക്കുറിച്ചും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അവർക്കാവശ്യമായിട്ടുള്ള പ്രതിരോധിപ്പാനുള്ള ഊർജം പകരുന്നതായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എടുത്തു. ചില സംഘർഷങ്ങളിലേക്ക് ഇത് വഴിതെളിച്ചു. ഈ ആദിവാസികളെ പോലീസ് കേസിൽ കുരുക്കി ജാമ്യത്തിലിറക്കുവാൻ റാണി മരിയ സഹായിച്ചുവെന്നുള്ള ഒറ്റ കാരണത്താൽ അവൾക്കെതിരെ ശത്രുത്വം കൂടി. 1995 ഫെബ്രുവരി മാസം 25 സാമന്തർ സിംഗ് എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് റാണി മരിയയെ പിടിച്ചിറക്കി നടുറോഡിൽ വളരെ ക്രൂരമായ നിലയിൽ അവളെ കൊല്ലുകയാണ്. ഇവൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, സിസ്റ്റർ സെൽമി. ഭോപ്പാലിൽ തന്നെ കന്യാസ്ത്രീയായി പ്രവർത്തിച്ചിരുന്നു. സഹോദരിയുടെ കൊലപാതകം തീവ്രമായിട്ടുള്ള ദുഃഖം സെൽമിയിൽ ഉളവാക്കി. തന്നെയുമല്ല, ഘാതകനോടുള്ള അമർഷവും ഉള്ളിൽ പകയായിട്ട് വളരുകയാണ്. ഈ സിസ്റ്റർ സെൽമിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട്. കർത്താവിൻ്റെ മണവാട്ടിയായി ശുശ്രൂഷ ചെയ്യുന്നവൾ ദിനം പ്രതി ഉള്ളിൽ പകയും വിദ്വേഷവും വളരുന്നതായിട്ടുള്ള സാഹചര്യം. ഇവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, സാമന്തർ സിംഗിനോട്, അവൻ എൻ്റെ കുടുംബത്തോട്, എൻ്റെ സഹോദരിയോട് ചെയ്ത ക്രൂരതയിൽ അവനോട് പൊറുക്കുവാനുള്ള മനസ്സെനിക്ക് തരണം. നിരന്തരമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഈ സെൽമി സിസ്റ്റർ തീരുമാനിക്കുകയാണ് സാമന്തറിനെ ജയിൽ സന്ദർശിക്കണം. ശിക്ഷ അനുഭവിക്കുന്ന ഇൻഡോർ സെൻട്രൽ ജയിലിൽ ചെന്ന് സാമന്തർ സിംഗിനോട് പറയണം, ഞങ്ങളുടെ കുടുംബം നിങ്ങളോട് പുറത്തിരിക്കുന്നു. പ്രാർത്ഥിച്ചൊരുങ്ങി ജയിൽ വാർഡനായി സേവനം ചെയ്യുന്നയാൾ, അതുപോലെ തന്നെ ജയിൽ മിനിസ്ട്രി ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫാദർ സദാനന്ദ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഈ ജയിലർ വഴി ഈ സാമന്തർ സിംഗിനെ ഈ വിവരം അറിയിക്കുകയാണ്. ആ മനുഷ്യനങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഫാദർ സദാനന്ദ പല പ്രാവശ്യം ജയിലിൽ ചെന്ന് കൗൺസിലിംഗ് നൽകി അവൻ ആവശ്യമായിട്ടുള്ള മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. സാമന്തർ സിംഗ് പറഞ്ഞു, 2002 രക്ഷാബന്ധൻ ദിവസത്തിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള ക്രമീകരണം ചെയ്യാം. സിസ്റ്റർ സെൽമി അതിനായിട്ടൊരുങ്ങി. അന്നേ ദിവസം രാവിലെ പീതാംപൂർ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് 45 മിനിറ്റ് ഒരു മിനി ബസ്സിൽ 7 പേർ യാത്ര ചെയ്യുകയാണ്. 6 കന്യാസ്ത്രീകളും ഈ സദാനന്ദ എന്ന് പറയുന്നതായിട്ടുള്ള കത്തോലിക്ക പുരോഹിതനും. ആ യാത്ര സംഘർഷത്തിൻ്റെ യാത്രയാണ്. എന്താണ് ഈ സാമന്തർ സിംഗ് ചെയ്യുവാൻ പോകുന്നതെന്ന് അറിയുകയില്ല. അവിടെ അവർ പറയുന്നുണ്ട്, അവരന്ന് ഒന്നും തന്നെ ഈ യാത്രയിൽ ഉരിയാടിയില്ല. സംഘർഷഭരിതമായിട്ടുള്ള മനസ്സുമായി ഈ യാത്ര ചെയ്ത് പ്രാർത്ഥനാപൂർവം ജയിലിലെത്തി. ജയിലറിൻ്റെയും ഈ കത്തോലിക്ക പുരോഹിതൻ്റെയും സാന്നിധ്യത്തിൽ ഈ സാമന്തർ സിംഗിനെ സിസ്റ്റർ സെൽമി സന്ദർശിക്കുകയാണ്. ഇപ്രകാരമാണ് ആ അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തൊഴുകൈകളോടെ സാമന്തർ പറഞ്ഞു, മാഫ് കർന, ബഹുത്ത് ബഡി ഗൽത്തി ഹൈ. മാപ്പാക്കണം, ചെയ്തത് വലിയ അപരാധമാണ്. സിസ്റ്റർ സെൽമിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞങ്ങൾ നിങ്ങളോട് പുറത്തു, മനസ്സിലൊന്നും ഇനി ബാക്കി വെക്കരുത്, എല്ലാവർക്കും നന്മ ചെയ്യുന്നവനായിരിക്കണം. സാമന്തർ സിംഗിൻ്റെ കൈത്തണ്ട് നീട്ടി ആ കൈത്തണ്ടിൽ രാഖി കെട്ടിക്കൊണ്ട് ഈ സിസ്റ്റർ സെൽമി പറഞ്ഞതായിട്ടുള്ള ഒരു വാചകമുണ്ട്, സാമന്തർ മൈ ബ്രദർ. ഇതുവരെ സാമന്തർ സിംഗ് ദ ഗ്രേറ്റ് കില്ലർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുകയാണ് സാമന്തർ മൈ ബ്രദർ. പിന്നീട് സാക്ഷ്യമായിട്ട് സിസ്റ്റർ സെൽമി പറഞ്ഞ ഒരു വാചകമുണ്ട്, ഐ റിസീവ്ഡ് ദ ഗ്രേസ് ടു ഫീൽ ദാറ്റ് ഹി ഈസ് മൈ ഓൺ ബ്രദർ സാമന്തർ. പ്രിയരെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വല്ലാതെ പകയും രോഷവും വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറയുന്ന അവസരത്തിൽ നമ്മളാണ് അനുരഞ്ജനത്തിന് മുൻകൈ എടുക്കേണ്ടത്. പരരക്ഷ അപരൻ്റെ നന്മ ഉറപ്പാക്കുന്നിടത്താണ് അനുരഞ്ജനം യാഥാർത്ഥ്യമായി തീരുന്നത്. 11 വർഷവും 6 മാസവും കഴിഞ്ഞ് പ്രൊബേഷനിൽ പുറത്തിറങ്ങുന്നതായിട്ടുള്ള സാമന്തർ 2007 പുല്ലുവഴിയിലുള്ള വീട്ടിലെത്തി. സിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങി. സാമന്തർ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഞാൻ കൊല ചെയ്ത വ്യക്തിയുടെ കുടുംബം എന്നെ ഒരു മകനെ പോലെ സ്വീകരിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ പറയുന്ന ഒരു വാചകമുണ്ട്, they embraced me as their third son.
മൂന്നാമത്തെ ഒരു മകനായി ആ കുടുംബം എന്നെ സ്വീകരിച്ചു. പത്രക്കാരോട് സാമന്തർ പറഞ്ഞൊരു വാചകമുണ്ട്, ദിസ് ഈസ് എ ഡിഫറെൻറ്റ് സാമന്തർ സിംഗ് സ്റ്റാൻഡിങ് ബിഫോർ യു. ഞാനിത് വ്യത്യസ്തനായിട്ടുള്ള ഒരു സാമന്തർ സിംഗ് ആണ്. എനിക്ക് പൊറുക്കാനും എന്നോട് പുറത്തതിനെ സ്വീകരിപ്പാനും എനിക്ക് സാധിച്ചു. ഹോസ്റ്റിലിറ്റി ടു ഹോസ്പിറ്റാലിറ്റി. പ്രിയരെ, 1 വർഷം അനുരഞ്ജനം പഠിച്ച ഒരു കൂട്ടമാണ് ഇവിടെ ഇരിക്കുന്നത്. ബി ഡിഫറെൻറ്റ്. വ്യത്യസ്തരായിരിക്കണം, വ്യത്യസ്തത ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. പരക്ഷേമം ഉറപ്പാക്കുന്നതാണ് അനുരഞ്ജനത്തിൻ്റെ വഴിയെന്ന് ദൈവവചനം ഇന്ന് നമ്മോട് സാക്ഷിക്കുകയാണ്. അനിയ എന്ന് വിളിച്ചത് കൊണ്ട് തീർന്നില്ല, അടുത്ത് നിന്നുകൊണ്ട് തീർന്നില്ല. എവിടെയൊക്കെയാണോ അനുരഞ്ജനത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കേണ്ടത് അവിടെയാണ് ഒരു നിരപ്പ് സാധ്യമാകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. വീട്ടിലെ അനുരഞ്ജനം ദേശത്തിന് സാക്ഷ്യം. അനുരഞ്ജനം ഒരു സാക്ഷ്യമാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ഞാൻ ദീർഘിപ്പിക്കുകയില്ല. അനുരഞ്ജനം ഒരു സാക്ഷ്യമാണ്. 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒരു സ്വകാര്യ ഇടത്താണ് ഇത് സംഭവിക്കുന്നത്. 15-ാം വാക്യം എത്തുമ്പോഴത്തേക്ക് ഏറ്റുപറച്ചിൽ കഴിഞ്ഞു, തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന അനുഭവം കഴിഞ്ഞു. 15-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സഹോദരന്മാരൊക്കെയും ചുംബിച്ചു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ വിശദമായി പരിശോധിച്ചു. ഇംഗ്ലീഷ് പരിഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് they talked freely. അവർ തുറന്ന് സംസാരിക്കുകയാണ്. അനുരഞ്ജനപ്പെട്ട ബന്ധങ്ങളിൽ തുറന്ന സംസാരമുണ്ട്. അടക്കിപ്പിടിച്ച സംസാരമല്ല, മറച്ചു പിടിക്കാനൊന്നുമില്ല. അനുരഞ്ജനപ്പെട്ടവൻ്റെ വീട്ടിൽ തുറവിയുള്ള സംഭാഷണങ്ങൾ. വലിയൊരു വിരുന്നിലേക്ക് ഈ ഭവനം എത്തുകയാണ്. 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്ഷമിക്കപ്പെട്ട അനുരഞ്ജനപ്പെട്ട വീട്ടിൻ്റെ സന്തോഷം പരിസരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ പറയുന്നു, ഇത് ചുറ്റുപാടും ഒരു കേൾവിയായി. പരിസരങ്ങളിൽ മാത്രമല്ല, ഫറവോന്റെ കൊട്ടാരത്തിൽ ഇതൊരു വാർത്തയായി. അടുത്ത വാചകം ശ്രദ്ധിക്കണമേ. അവിടെ പറയുന്നു, ഇത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനുരഞ്ജനമുണ്ടാകുന്ന കുടുംബങ്ങളിൽ, അനുരഞ്ജനമുണ്ടാകുന്ന സാഹോദര്യങ്ങളിൽ നിന്നുയരുന്ന ശബ്ദം പരിസരങ്ങൾക്ക്, ദേശത്തിന് അതൊരു സദ്വാർത്തയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അനുരഞ്ജനം ഒരു സാക്ഷ്യമാണ്. നിന്റെ കുടുംബത്തിൽ അനുരഞ്ജനമുണ്ടെങ്കിൽ, നിന്റെ പള്ളിയിൽ അനുരഞ്ജനമുണ്ടെങ്കിൽ, അനുരഞ്ജനത്തിൻ്റെ ശബ്ദമാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നതെങ്കിൽ, റെക്കൺസിലിയേഷൻ ഈസ് എ വിറ്റ്നസ്, ഒരു വലിയ സാക്ഷ്യമാണ്. പ്രിയരെ, ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെ ശബ്ദം എങ്ങനെയുള്ള ശബ്ദമാണ്? അനുരഞ്ജനത്തിൻ്റെ ഘോഷവും ക്ഷമയുടെ സങ്കീർത്തനവുമാണെങ്കിൽ ദേശം സന്തോഷിക്കും, പരിസരങ്ങൾക്കതൊരു സാക്ഷ്യമാകും. കുറച്ചുകൂടി പുറകോട്ട് മാറിയൊരു വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. 41-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ ഈ ഫറവോൻ ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലൊരുത്തനെ ആർക്കെങ്കിലും കണ്ട് കിട്ടുവാൻ സാധിക്കുമോ? അന്യദേശത്തായി പറയുന്നേ, വേറൊരു സംസ്കാരത്തിലായി പറയുന്നേ, ഒരു ഭരണാധികാരിയാണ് ഈ പറയുന്നത്. ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ എന്നുള്ളതായ ചോദ്യം. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ, ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരുന്ന സംഭാഷണങ്ങൾ അതൃപ്തിയുടെ വിലാപവും അമർഷത്തിൻ്റെ പല്ലുകടിയുമാണ്. കലഹത്തിൻ്റെ കോലാഹലങ്ങളാണ് ഇന്ന് പല ഭവനങ്ങളിൽ നിന്നും അന്തിയിൽ ഉയരുന്നതായിട്ടുള്ള ശബ്ദം. പ്രിയരെ, പരിസരത്തിൽ ഇത് അപമാനമാണ്, കെട്ട സാക്ഷ്യത്തിന് മുഖാന്തരമാണ്. ഭവനങ്ങളിൽ മാത്രമല്ല, പള്ളിക്കുള്ളിൽ നിന്നുയരുന്ന ശബ്ദങ്ങൾ ഗൗരവമായി നാം ചിന്തിക്കണം. തീരുമാന സഭയിൽ നിന്നുയരുന്ന ശബ്ദങ്ങൾ പുറം ലോകത്തിന് നൽകുന്ന സാക്ഷ്യം എന്താണെന്ന് ഗൗരവമായിട്ട് ചിന്തിപ്പാനായിട്ട് സാധിക്കണം. സഭകൾ തമ്മിൽ ഉയർത്തുന്നതായിട്ടുള്ള ശബ്ദം ചേരിതിരിവിൻ്റെയും പോർവിളിയുടെയും വെല്ലുവിളിയുടെയും ശബ്ദമാണെങ്കിൽ സാക്ഷ്യം നഷ്ടപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത സംഗതിയാണ്.
സ്ഥാപനങ്ങളിൽ നിന്ന് ഉയരുന്ന ശബ്ദം, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായിട്ടുള്ള സംഭാഷണങ്ങൾ. ഇവിടെ ഇതാ ജോസഫിൻ്റെ വീട് അനുരഞ്ജനത്തിൻ്റെ ശബ്ദം സമൂഹത്തിൽ സാക്ഷ്യത്തിൻ്റെ അലയടികൾ ഉയർത്തുകയാണ്. ടോക്സ് ഷുഡ് ബിക്കം ലിറ്റർജി ആൻഡ് ഡൈനിങ് ടേബിൾ ഷുഡ് ബിക്കം ഡിവൈൻ ടേബിൾ. നമ്മളുടെ ഭവനങ്ങളിലെ ശബ്ദം ആരാധനയുടെ ഇമ്പകരമായ ശബ്ദമാകണം. തീൻമേശകൾ, ഭക്ഷണമേശകൾ തിരുമേശകളായിട്ട് മാറുവാനായിട്ട് സാധിക്കണം. അനുരഞ്ജനം ഒരു പകരപ്പെടുന്ന അനുഭവമാണ്. റിപ്പിൾ ഇഫക്റ്റ്. ഓളങ്ങൾ ജലപ്പരപ്പിൽ ചലനം സൃഷ്ടിക്കുന്നത് പോലെ ഒരു ഭവനത്തിൻ്റെ അനുരഞ്ജനം പരിസരങ്ങൾക്ക് സാക്ഷിയാകുകയാണ്. പ്രിയരെ, ഇന്ന് വല്ലാത്ത അപശബ്ദങ്ങൾ ഉയരുന്നതായിട്ടുള്ള കാലമാണ്. അതിനെ പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. താഴോട്ടുള്ള 2 വാക്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ നിർത്തുന്നു. റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ ഫറവോൻ പറയുകയാണ്, അനുരഞ്ജനപ്പെട്ട കുടുംബത്തെ നോക്കി, ജോസഫിനെ നോക്കി പറയുന്നു, നിനക്ക് രാജ്യത്തിൻ്റെ നന്മ തരാം, നിനക്ക് ദേശത്തിൻ്റെ പുഷ്ടി തരാം. ഒരുമയുണ്ടെങ്കിലും വറുതിയിലും തൃപ്തി കരഗതമാകുന്ന അനുഭവം. ഇന്ന് നമ്മളുടെ അനുരഞ്ജനം ഈ വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഫറവോന് യാക്കോബിനെ കൊണ്ടുവരുവാൻ വേണ്ടി അവൻ്റെ സ്വന്തം ദേശത്തേക്ക് രഥത്തെ അയക്കുകയാണ്. യാക്കോബിനെ കൊണ്ടുവരുവാൻ രഥം ചെല്ലുന്ന അവസരത്തിൽ ഈ യാക്കോബിനെ കുറിച്ച് പറയുന്നു, അവനൊരു നവചൈതന്യം വരികയാണ്. ഇതിനുമുള്ള വാക്യങ്ങളിൽ പറയുന്നു, എൻ്റെ നരയെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിലേക്ക് ഇറക്കും. ഭിന്നിച്ചു നിൽക്കുന്നതായ സാഹോദര്യം കുടുംബത്തിൽ വരുത്തുന്ന ദുഃഖമാണ് ആ വാക്യങ്ങളെങ്കിൽ, ഇവിടെ ഇതാ യാക്കോബിന് നവചൈതന്യം വരത്തക്ക രീതിയിൽ ഈ സാഹോദര്യത്തിൻ്റെ ഒരുമയും അനുരഞ്ജനവും മുഖാന്തരമായിട്ട് തീരുകയാണ്. ഒരുവൻ ദൈവപക്ഷത്തായാൽ സാഹോദര്യത്തിൽ അനുരഞ്ജനം സാധ്യമാകും. സാഹോദര്യത്തിൽ അനുരഞ്ജനം സാധ്യമായാൽ ദേശത്ത് കുടുംബത്തിനൊരു സാക്ഷ്യം സാധ്യമാകും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ദേശത്ത് അനുഗ്രഹവും അഭിമാനവും പുത്തൻ ജീവനുമായി തീരും. പ്രിയരെ, അനുരഞ്ജനം എന്നുള്ള വിഷയം ആവർത്തിച്ച് പഠിച്ച് ഞായർ മുതൽ ഞായർ വരെ കൺവെൻഷൻ പ്രസംഗവേദിയിൽ ആവർത്തിച്ച് ശ്രവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ 4 കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചത്. അകലം കുറയ്ക്കുന്നതും ആഴത്തിൽ അറിയുന്നതുമാണ് അനുരഞ്ജനം. ദൈവിക പദ്ധതിയെ തിരിച്ചറിയുന്നതാണ് അനുരഞ്ജനം. അവരുടെ ക്ഷേമത്തെ ഉറപ്പാക്കുന്നതാണ് അനുരഞ്ജനം. 4, ദേശത്തിന് ഒരു സാക്ഷ്യമാണ് നിന്റെ വീടിൻ്റെ സാഹോദര്യത്തിൻ്റെ അനുരഞ്ജനം. പ്രിയരെ, നമ്മുടെ ഭവനങ്ങൾ, ഇടവകകൾ, ദേവാലയങ്ങൾ, സഭ അനുരഞ്ജനത്തിൻ്റെ ഒരു സാക്ഷ്യ സമൂഹമായി മാറി ദേശത്തിന് അനുഗ്രഹവും അഭിമാനവും പുതുജീവനുമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.